മക്കളെ, ഇന്ന് നമ്മൾ മേരി മാം എന്ന ഫിലിമി ഗീതാണ് പഠിക്കാൻ പോകുന്നത്. ഫിലിമിൻ്റെ പേരാണ് താരേ സമീൻ പർ. താരേ സമീൻ പർ എന്ന ഫിലിമിലെ പ്രസൂൺ ജോഷി എഴുതിയിട്ടുള്ള മേരി മാം എന്ന ഗീതാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് നമുക്ക് പഠിക്കാൻ നല്ല ഈണത്തിൽ തന്നെ, അത് ഗീതമാണല്ലോ, പാട്ടാണല്ലോ. അപ്പോൾ അത് നല്ല രീതിയിലുള്ള പാട്ട് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ സിനിമയിലെ ഗാനം തന്നെ അതൊന്ന് നിങ്ങൾ കേൾക്കണം. വളരെ മനോഹരമായ ഗാനമാണ്. നമുക്ക് ഏകദേശം ആ ഒരു രീതിക്ക് ഒന്ന് പാടി നോക്കാം. കുറച്ച് വരികൾ അങ്ങനെ പാടി നോക്കാം, പിന്നെ നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. मैं कभी बतलाता नहीं, पर अंधेरे से डरता हूँ मैं माँ। यूं तो मैं दिखलाता नहीं, तेरी परवाह करता हूँ मैं माँ। तुझे सब है पता है न माँ, तुझे सब है पता मेरी माँ। भीड़ में यूं न छोड़ो मुझे, घर लौट की भी आना पाऊँ माँ। भेजना इतना दूर मुझको तू, याद भी तुझको आना पाऊँ माँ। क्या इतना बुरा हूँ मैं माँ, क्या इतना बुरा मेरी माँ। जब भी कभी पापा मुझे जोर जोर से झूला झूलाते हैं माँ, मेरी नजर ढूंढे तुझे, सोचूं यही तू आके दामेगी माँ। उनसे मैं ये कहता नहीं, पर मैं सहम जाता हूँ मैं माँ। चेहरे पे आने देता नहीं, दिल ही दिल में घबराता हूँ माँ। तुझे सब है पता है न माँ, तुझे सब है पता मेरी माँ। ओ मैं कभी बतलाता नहीं, पर अंधेरे से डरता हूँ मैं माँ। यूं तो मैं दिखलाता नहीं, तेरी परवाह करता हूँ मैं माँ। तुझे सब है पता है न माँ, तुझे सब है पता मेरी माँ। ഇത് 2007 സിനിമയാണത്. താരേ സമീൻ പർ എന്നത് അമീർ ഖാൻ ഡയറക്ടറും പ്രൊഡ്യൂസറുമായിട്ട് അമീർ ഖാൻ ഡയറക്ടറും അതുപോലെ തന്നെ പ്രൊഡ്യൂസറുമായിട്ടുള്ള സിനിമയാണത്. ഇതിലൊരു ഭാഗത്തിൽ അഭിനയിക്കുക കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അമീർ ഖാൻ. അപ്പോൾ നമുക്ക് ഇതിൽ പറയുന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇഷാൻ എന്ന ഒരു കുട്ടിയുടെ കഥയാണ്. ആ ഒരു ഭാഗത്തിലുള്ള ഒരു ഗാനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 3ാം ക്ലാസ്സുകാരനാണ് കുട്ടി, പേര് ഇഷാൻ എന്നാണ്. ആ കുട്ടിക്ക് വായനാ വൈകല്യമാണുള്ളത്. ഡിസ്ലെക്ഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ് ആ കുട്ടിക്കുള്ളത്.
വായനാ വൈകല്യം. പക്ഷേ അത് വായനാ വൈകല്യമാണ് എന്നത് അവൻ്റെ പാരൻസ് മനസ്സിലാക്കുന്നില്ല. പഠനത്തിൽ പിന്നോക്കം നിൽക്കുകയാണ് എന്ന് കരുതിയിട്ട് കുട്ടിയെ ബോർഡിങ്ങിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നു. അമ്മയുടെ അച്ഛൻ്റെ അരികിലുള്ളത് കൊണ്ടായിരിക്കാം അവൻ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നത് കരുതിയിട്ട് അവനെ അവരിൽ നിന്ന് മാറ്റി നിർത്തി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുകയാണ്. ബോർഡിങ്ങിൽ അയച്ച് പഠിപ്പിക്കുന്നു. ആ സമയത്ത് പാരൻസിനെ വിട്ട് മാറി നിൽക്കുന്ന 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം 9 വയസ്സ് പ്രായം ആവാനാണ് സാധ്യതയുള്ളത്. അത്രയും ചെറിയ കുട്ടികൾക്ക് എപ്പോഴും അമ്മയുടെ കെയറിങ് ആവശ്യമാണ് അല്ലേ. അമ്മ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും ഒക്കെ അമ്മ ഉണ്ടായിരിക്കും. അമ്മയും അച്ഛനെയും വേർപിരിഞ്ഞിട്ടുള്ള ആ ഒരു സമയം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സമയമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മനസ്സിൽ വളരെയധികം വേദന ഉണ്ടാവുകയാണ്. വിഷാദ രോഗത്തിന് അടിമയാവുക കൂടി ചെയ്യുന്നു ആ കുട്ടി. അപ്പോൾ എന്താണ് ആ ഒരു കുട്ടിയുടെ മനസ്സിലുള്ള ആ ഒരു വേദന ആ കുട്ടി ആ സമയത്ത് അതിൻ്റെ ആ ഒരു വേദനാജനകമായിട്ടുള്ള അനുഭവം അതങ്ങനെ പാടുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. മേം കബി ബദലാത്ത നെയ്യും. മേം ഞാൻ, കബി ഒരിക്കലും, ബദലാന പറഞ്ഞാൽ പറയുക, ബദലാത്ത നെയ്യും പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മേ കബി ബദലാത്താ നെയ്യും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്താണ് ഒരിക്കലും പറയാത്ത കാര്യം? പർ അന്തേരെ സെ ഡർത്താ ഹൂ മേ മാം. മേ പറഞ്ഞ ഞാൻ, മാം അമ്മേ, ഞാൻ, പക്ഷേ അമ്മേ ഞാൻ, അന്തേരേസെ ഡർത്താഹോം എന്ത് ചെയ്യുന്നു? അന്തേരേസെ ഡർത്താഹോം പക്ഷേ അമ്മേ ഞാൻ ഇരുട്ടിനെ ഭയക്കുന്നു. ഞാൻ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. എനിക്ക് ഇരുട്ടിനെ പേടിയാണ് അമ്മേ, ഞാൻ ഇരുട്ടിനെ ഭയക്കുന്നു അമ്മേ എന്ന് കുട്ടി പറയുകയാണ്. യൂം തോ മേം ദിഗലാത്താ നഹീം. മേം ഞാൻ, ദിഗലാത്താനഹീം, ദിഗലാന കാണിക്കുക, കാണിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അതൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല. എനിക്ക് ഇരുട്ട് ഭയമാണ്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല ഞാനത്? ആരെയും കാണിച്ചിട്ടില്ല. എനിക്ക് ഇരുട്ട് ഭയമാണ് എന്ന കാര്യം ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നിൽക്കുന്ന സമയത്ത് ഇരുട്ട് ഭയമാണ് എന്നത് ആരെയും കാണിച്ചിട്ടില്ല. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല, ആരെയും കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. എനിക്ക് എന്താണ്? ഇരുട്ട് നല്ല പേടിയാണ്. തേരി പർവാഹ് കർത്താഹൂ മേ മാം. തേരി നിന്റെ, പർവാഹ് പറഞ്ഞാൽ ശ്രദ്ധയുള്ള ഞാൻ, അതായത് കെയർ ചെയ്യുക. ഞാൻ വളരെയധികം അമ്മയോട് കെയറുള്ള ആളാണ്. മേ മാം ഞാൻ അമ്മേ, ഞാൻ അമ്മയെക്കുറിച്ച് നല്ല ശ്രദ്ധയുള്ള ആളാണ്. അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, അമ്മയോട് സ്നേഹവും കരുണയുള്ള കുട്ടിയാണ് ഞാൻ അമ്മേ. തേരി പർവാഹ് കർത്താഹൂ മേ മാം. തുജേ സബ് ഹേ പതാ ഹേ ന മാം. തുജേ നിനക്ക്, തുജേ പറഞ്ഞ നിനക്ക്, സബ് ഹേ എല്ലാം, പതാ അറിയാം, ഹേ ന മാം അല്ലേ അമ്മേ നിനക്കെല്ലാം അറിയാം അല്ലേ അമ്മേ. ഒരു കുട്ടിയുടെ കാര്യം, ഒരു ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ, ചെറിയ കുട്ടിയായാലും വലിയ കുട്ടിയായാലും അമ്മമാർക്ക് കുട്ടികളെ കുറിച്ചിട്ട് അറിയാൻ പറ്റും. അവർ പറയാതെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അറിയാലേ. അവരുടെ സ്വഭാവങ്ങൾ അറിയാൻ പറ്റും. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാം. അത് ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയ്ക്ക് തന്നെ അറിയാം കുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങളും കുട്ടിയുടെ സ്വഭാവവും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഒരമ്മയ്ക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും അല്ലേ. അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് ആരായിരിക്കും? അമ്മയായിരിക്കും. അപ്പോൾ കുട്ടി പറയാണ്, തുജേ സബ് ഹേ പതാ ഹേ ന മാം. നിനക്കെല്ലാം അറിയാം അല്ലേ അമ്മേ, നിനക്കെല്ലാം അറിയാവുന്നതല്ലേ അമ്മേ. തുജേ സബ് ഹേ പതാ മേരി മാം. നിനക്കെല്ലാം അറിയാം. സബ് ഹേ എല്ലാം, പത അറിയാം, നിനക്കെല്ലാം അറിയാം. മേരി മാം എൻ്റെ അമ്മേ, എൻ്റെ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാം. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല എനിക്ക് ഇരുട്ട് പേടിയാണ് എന്ന കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നത് തന്നെയാണ്. എന്നിട്ടും എന്നെ എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നത് എന്നാണ് കുട്ടി ചോദിക്കുന്നത് അല്ലേ. കുട്ടിയുടെ മനസ്സിലെ സങ്കടം അതാണ്. ബീഡ് മേം യു ന ചോടോ മുജേ. ബീഡ് പറഞ്ഞ തിരക്ക്, ആൾക്കൂട്ടത്തിലേക്ക്, തിരക്കിലേക്ക്. യൂം ന ചോടോ പറഞ്ഞാൽ, ചോടന പറഞ്ഞാൽ വിടുക, ന ചോടോ വിടാതിരിക്കുക
എന്നെ ആൾക്കൂട്ടത്തിൽ വിടാതിരിക്കൂ. മുജെ എന്നെ ആൾക്കൂട്ടത്തിലേക്ക് പറഞ്ഞയക്കാതിരിക്കൂ, എന്നെ വിടാതിരിക്കൂ ആൾക്കൂട്ടത്തിലേക്ക്. ഗർ ലൗട്ട് കെ ബി ആനാ പാവോ മാം. ഗർ പറഞ്ഞ വീട്, ലൗഡ്ന തിരിച്ചു വരിക, ലൗഡ് കെ ബി തിരിച്ചു വരാൻ കൂടി, തിരിച്ചു വരാൻ പോലും എന്നുള്ള അർത്ഥം, തിരിച്ചു വരാൻ കൂടി. ആനാ പാവോ മാം, അതിനൊന്നും സാധിക്കില്ല, തിരിച്ചു വരാൻ പോലും പറ്റാത്ത അത്ര ദൂരേക്ക്, ആൾക്കൂട്ടത്തിലേക്ക് എന്നെ പറഞ്ഞയക്കാതിരിക്കൂ അമ്മേ. ബേജിന ഇത്തനാ ദൂർ മുജ്കോ തൂ നീ മുജ്കോ ഇത്തനാ ദൂർ ബേജിന, എന്നെ ഇത്രയും അധികം ദൂരേക്ക്, ബേജിന പറഞ്ഞാൽ പറഞ്ഞയക്കുക, ന പറഞ്ഞാൽ അരുത്, ബേജിന പറഞ്ഞയക്കരുത്, എന്നെ എത്രയും ദൂരത്തേക്ക് എന്ത് ചെയ്യരുത്, പറഞ്ഞയക്കരുത് അമ്മേ, എന്നെ അത്രയും ദൂരത്തേക്ക് പറഞ്ഞയക്കരുത്. യാദ് ബി തുജുക്കോ ആനാ പാവോ മാം. യാദ് പറഞ്ഞ ഓർമ്മ, യാദ് ബി ഓർമ്മ പോലും, ഒരു ഓർമ്മ കൂടി, ഒരു ഓർമ്മയും കൂടി എത്താത്ത. തുജുക്കോ നിനക്ക്, നിന്നെ കുറിച്ച്. ആന പാവും മാം, ഭവാനാറിന വരുക, വരില്ല, അവിടെ ഒന്നും എത്തില്ല, അമ്മയുടെ ഒരു ഓർമ്മ പോലും എത്തൂല അവിടേക്ക്, അത്രയും ദൂരേക്ക് എന്നെ പറഞ്ഞയക്കാതിരിക്കൂ, അമ്മയുടെ ഓർമ്മ പോലും എത്താത്ത അത്ര ദൂരേക്ക് എന്നെ പറഞ്ഞയക്കാതിരിക്കൂ അമ്മേ. ക്യാ ഇത്തനാ ബുരാ ഹൂ മേ മാം. ക്യാ എന്താ, ഇത്തനാ ബുര ഇത്രയും ചീത്ത, ഹൂം മേ മാം മേം ഞാൻ, അമ്മേ, മാം അമ്മേ ഞാൻ ഇത്രയും ചീത്തയാണോ. ക്യാ ഇത്തനാ ബുരാഹൂം, എന്താ ഞാൻ അത്രയ്ക്ക് ചീത്തയാണോ അമ്മേ, എന്നെ അങ്ങനെ ആരും കാണാത്തി എത്താത്ത, അമ്മയുടെ ഓർമ്മ പോലും എത്താത്ത അത്രയും ദൂരേക്ക് എന്നെ പറഞ്ഞയക്കാൻ ഞാൻ അത്രയ്ക്ക് ചീത്തയാണോ അമ്മേ. ക്യാ ഇത്തനാ ബുരാ മേരി മാം, എന്താ അമ്മേ ഞാൻ അത്രയ്ക്ക് ചീത്തയാണോ എൻ്റെ അമ്മേ എന്ന് കുട്ടി സങ്കടപ്പെടുന്നു. ജബ് ബി കബി പാപ്പ മുജെ. ജബ് പറഞ്ഞാൽ എപ്പോൾ, ജബ് ബി എപ്പോഴെങ്കിലും, കബി ഇടയ്ക്ക്, പാപ്പ അച്ഛൻ, മുജെ എന്നെ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും അച്ഛൻ എന്നെ, ജോർ സേ പറഞ്ഞാൽ ശക്തിയായിട്ട്, ഇടയ്ക്ക് എപ്പോഴെങ്കിലും അച്ഛൻ എന്ത് ചെയ്യും, ശക്തിയിൽ, സ്പീഡില്. ജുലാത്തേഹേ പറഞ്ഞ ഊഞ്ഞാലാട്ട, ജുലാത്തേഹേ മാം, ഇടയ്ക്ക് എപ്പോഴെങ്കിലും അച്ഛൻ ചെയ്യും, അച്ഛൻ എന്നെ നല്ല ശക്തിയിൽ അങ്ങോട്ട് ഊഞ്ഞാലാട്ടും. അങ്ങനെ ഊഞ്ഞാലാട്ടുന്ന സമയത്ത് മേരി നസർ ടൂണ്ടോം തുജേ. മേരി എൻ്റെ, നസർ കണ്ണുകൾ, ദൃഷ്ടി, എൻ്റെ കണ്ണുകൾ, ടൂണ്ടിനെ അന്വേഷിക്കുക, തുജേ നിന്നെ. അപ്പൊ അച്ഛൻ ശക്തിയിൽ ഊഞ്ഞാലാട്ടുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ തേടുന്നത് നിന്നെയാണ്, എൻ്റെ കണ്ണുകൾ നിന്നെയാണ് തേടുന്നത്. എന്താണ് അങ്ങനെ നിന്നെ തേടാൻ കാരണം? സോച്ചും യഹി തൂ ആക്കേ ദാമേഘി മാം. സോച്ചും ചിന്തിക്കും, ഞാൻ ചിന്തിക്കും, അച്ഛൻ എന്നെ വല്ലാതെ സ്പീഡിൽ ഊഞ്ഞാലാട്ടുന്ന സമയത്ത് എന്താണ് കുട്ടിക്ക് പേടിയാവൂലേ, പേടിയാവുമ്പോൾ എന്താണ് ചിന്തിക്കുക, സോച്ചും ചിന്തിക്കും. യഹി തൂ ആക്കേ, യഹി പറഞ്ഞ യഹാം, അവിടേക്ക്, ഇവിടേക്ക്, ആ ഊഞ്ഞാലാടുന്ന സ്ഥലത്തേക്ക്, തൂ ആക്കേ നീ വന്നിട്ട്, ദാമേഘി മാം പിടിക്കും. അങ്ങനെ സ്പീഡിലാടുന്ന ഊഞ്ഞാല് അമ്മ വന്നിട്ട് പിടിക്കും എന്ന് ഞാൻ ചിന്തിക്കും എന്ന് കുട്ടി പറയാണ്. ഉൻസേ മേം, അദ്ദേഹത്തോട് ഞാൻ, അതായത് അച്ഛനോട്, അച്ഛനാണല്ലോ ഊഞ്ഞാലാട്ടുന്ന ആള്, അപ്പൊ അച്ഛനോട് മേം ഞാൻ, കഹുത്താനഹീം ഇത് പറയാറില്ല, ഞാൻ അച്ഛനോട് ഇത് പറയാറില്ല, ശക്തിയിൽ ഊഞ്ഞാലാടുമ്പോ എന്താണ് പേടിയാണ് എന്ന കാര്യം അച്ഛനോട് പറയാറില്ല. പക്ഷേ മേം സഹം ജാത്താഹും മാം, പക്ഷേ ഞാൻ വളരെയധികം പരിഭ്രമിക്കുന്നുണ്ട് അമ്മേ. അച്ഛനിങ്ങനെ ശക്തിയിൽ ഊഞ്ഞാലാട്ടുന്ന സമയത്ത് ഞാൻ വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, ഞാൻ പറയാറില്ല, അദ്ദേഹത്തിനോട് പറയാറില്ല, അച്ഛനോട് ഞാൻ പറയാറില്ല എനിക്ക് പേടിയാവുന്നു, അങ്ങനെ സ്പീഡിലാട്ടാതെ എനിക്ക് പേടിയുണ്ടോന്നും പറയാറില്ല. പക്ഷെ എന്താണ്, എനിക്ക് നല്ല ഭയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ എത്തും, എന്നിട്ട് എന്നെ പിടിച്ചു നിർത്തും, ഈ ഊഞ്ഞാലിൽ നിന്നും, ഊഞ്ഞാലിങ്ങനെ സ്പീഡിലാടുമ്പോൾ അമ്മ വന്നിട്ട് ആ ഊഞ്ഞാൽ പിടിച്ചു നിർത്തും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു അമ്മേ.
ചെഹരെ പേ ആനെ ദേത്താ നഹീം. പക്ഷേ എനിക്ക് നല്ല പേടിയാണല്ലേ, ഊഞ്ഞാല് സ്പീഡിലാടുമ്പോൾ നല്ല പേടിയാണ്. പക്ഷെ എന്ത് ചെയ്യാറില്ല? ചെഹരെ പേ, ചെഹരെ പർ മുഖത്ത്, ചെഹരെ പർ പറഞ്ഞ മുഖത്തിൽ, ആനേ ദേത്താനഹീം ആ മുഖത്തിൽ അത് വരാറില്ല. എൻ്റെ പേടി ഞാൻ മുഖത്തേക്ക് പ്രകടിപ്പിക്കാറില്ല. മനസ്സിൽ നല്ല പേടിയുണ്ടാവും, പക്ഷെ അത് മുഖത്ത് ഞാൻ കാണിക്കാറില്ല. ദിൽ ഹി ദിൽ മേ ഗബരാത്തോഹും മാം. ദിൽ പറഞ്ഞ മനസ്സ്, ദിൽ ഹി ദിൽ, ദിൽ ഹി ദിൽ പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ. ഗബരാത്താഹും ഭയപ്പെടുന്നു അമ്മേ, ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഭയപ്പെടുന്നു. ഞാൻ അച്ഛനോട് പറയാറുമില്ല, എൻ്റെ മുഖത്ത് ഞാൻ ആ ഭാവം കാണിക്കാറുമില്ല. തുജേ സബ് ഹേ പതാ ഹേ ന മാം. നിനക്കെല്ലാം അറിയാവുന്നതല്ലേ അമ്മേ എൻ്റെ സ്വഭാവം. ഞാൻ അങ്ങനെ പേടിയൊന്നും മുഖത്ത് കാണിക്കാത്ത ആളാണ്. പക്ഷെ എനിക്കുള്ളിൽ പേടി ഉണ്ടാവും അല്ലേ, അതൊക്കെ ആർക്കറിയാം? അമ്മയ്ക്കറിയാം. തുജേ സബ് ഹേ പതാ ഹേ ന മാം. നിനക്കെല്ലാം അറിയാവുന്നതല്ലേ അമ്മേ. തുജേ സബ് ഹേ പതാ മേരി മാം. നിനക്കെല്ലാം അറിയാം എൻ്റെ അമ്മേ. ഓ മേം കബി ബദലാത്താ നഹീം पर अंधेरे से डरता हूँ मैं माम. അതായത് ഓ മേം ബദലാത്താ നഹീം, പക്ഷേ മേം കബി ഞാൻ ഒരിക്കലും ബദലാത്താ നഹീം പറയാറില്ല. പർ അന്ധേരെ സെ ഡർത്താ ഹൂ മേ മാം, പക്ഷെ ഞാൻ ഇരുട്ടിനെ ഭയക്കുന്നു അമ്മേ. യൂം തോ മേം ദിഗലാത്താ നഹീം, യൂം തോ മേം ഇതൊന്നും ഞാൻ എന്ത് ചെയ്യാറില്ല? ദിഗലാത്താനഹി കാണിക്കാറില്ല. അത് ഫസ്റ്റ് നമ്മൾ പഠിച്ച വരികൾ തന്നെയാണ് കേട്ടോ. ദിഗലാത്താനഹി ഇതൊന്നും ഞാൻ പുറത്തേക്ക് കാണിക്കാറില്ല. തേരി പർവാഹ് കർത്താഹും മേ മാം. ഞാൻ അമ്മയെ നന്നായിട്ട് പർവാഹ് വളരെയധികം ശ്രദ്ധിക്കുന്നു. അമ്മയോട് ശ്രദ്ധയുള്ള ആളാണ്, കെയർ ചെയ്യുന്ന, അമ്മയെ കെയർ ചെയ്യുന്ന ആളാണ് ഞാൻ എന്ന് പറയാണ്. തുജേ സബ് ഹേ പതാ ഹേ ന മാം. നിനക്കെല്ലാം അറിയാവുന്നതല്ലേ അമ്മേ, നിനക്കെല്ലാം അറിയാം എന്ന് കുട്ടി പറയുകയാണ്. അമ്മയ്ക്കെല്ലാം അറിയാം, ഒരു കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ് അമ്മ. അമ്മയോടൊന്നും പറയേണ്ട ആവശ്യമില്ല, അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നത് തന്നെയാണ് അമ്മേ. ഞാൻ അമ്മയോട് വളരെയധികം കരുതലുള്ള ആളാണ്. പർവാഹ് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നു എന്നുള്ള അർത്ഥം കേട്ടോ. പർവാഹ് അമ്മയെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു, അമ്മയെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന കുട്ടിയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇരുട്ടിനെ പേടിയാണ്. ഊഞ്ഞാല് സ്പീഡിൽ ആടുമ്പോൾ അമ്മ വന്ന് പിടിച്ചു നിർത്തും ഞാൻ വിചാരിക്കാറുണ്ട്. എൻ്റെ സ്വഭാവം എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഞാൻ എന്നതൊക്കെ എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാണ് എന്നെ ഇത്രയും ദൂരേക്ക്, ആരുമില്ലാത്ത, ആരുടെയും ഓർമ്മ, അച്ഛൻ്റെയും അമ്മയുടെയും ഒന്നും ഓർമ്മയെത്താത്ത അത്രയും ദൂരേക്ക് എന്നെ അയക്കുന്നത് എന്ന് കുട്ടി വേവലാതിപ്പെടുന്നതാണ്. നമുക്ക് പഠിക്കാനുള്ള മേരി മാം എന്ന ഫിലിമി താരേ സെമീൻ പർ എന്ന ഫിലിമിലെ ഗീതമായിട്ടുള്ള മേരി മാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിലുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫിലിമി ഗീതാണ്. വളരെ അധികം അർത്ഥങ്ങളൊന്നും പഠിക്കാനില്ല, കുറച്ച് അർത്ഥങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. എല്ലാവരും കവിത നന്നായിട്ട് വായിച്ച് പഠിക്കുക, അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വായിച്ച് പഠിക്കുക. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക.